ഹായ് ഫ്രണ്ട്സ്, അർച്ചന ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്നൊരു കുഞ്ഞു കഥ പറയാനാണ് വന്നിരിക്കുന്നത്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ചിലപ്പോൾ ഈ കഥ നിങ്ങൾ ഒരുപാട് തവണ കേട്ടതായിരിക്കും. എന്നാലും നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ഒരു കാട്ടില് ഒരു കൂട്ടം തവളകൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അവര് കൂട്ടത്തോടെ ആ കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ചാടി 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 പോണ സമയത്ത് രണ്ട് തവളകള് ഒരു വലിയ കുഴിയുടെ ഉള്ളിൽ അകപ്പെട്ടു. അപ്പോൾ അവർക്ക് ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. പുറത്ത് നിന്നിരുന്ന ബാക്കി തവളകള് കുഴിയുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഇവരോട് പറയാണ്, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അതിൻ്റെ ഉള്ളില് പെട്ടുപോയി, അതിൻ്റെ ഉള്ളിൽ കടന്ന് ചാവുക മാത്രമേ നിവർത്തിയുള്ളൂ എന്ന്. അപ്പൊ ഇതൊന്നും വകവെക്കാണ്ട് ആ രണ്ട് തവളകള് പുറത്തേക്ക് വരാനുള്ള ശ്രമം തുടങ്ങി. കുറെ പ്രാവശ്യം ശ്രമിക്കുമ്പോൾ മുകളിൽ നിന്ന് വീണ്ടും മറ്റു തവളകള് ഇവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇനി എന്തിനാ വെറുതെ ചാടി ചാടി വയ്യാണ്ടാവണത്, അതിന്റെ ഉള്ളിൽ കടന്ന് മരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോ ഇത് കേട്ടിട്ട് അതിലെ ഒരു തവള അത് സ്വീകരിച്ചിട്ട് അതിന്റെ ശ്രമം ഉപേക്ഷിച്ചു. അങ്ങനെ അത് സ്വയം മരണത്തിന് കീഴടങ്ങി. എന്നാൽ മറ്റേ തവള ഇതൊന്നും കേൾക്കാണ്ട് അതിന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അത് കുറേ പ്രാവശ്യം ശ്രമിച്ച് മുകളിലേക്ക് എത്തി. അപ്പോൾ മറ്റു തവളകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പൊ ഞങ്ങൾ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? ആ പുറത്തേക്ക് വന്ന തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. ഇവര് മുകളിൽ നിന്ന് അതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് പ്രോത്സാഹനമായിട്ടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിച്ചു. എന്നാൽ മറ്റേ തവളയോ ഇവര് പറഞ്ഞ ആ നെഗറ്റീവ്സ് അതേപടി സ്വീകരിച്ച് മരണത്തിന് കീഴടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത്? നമുക്ക് ചുറ്റും പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മളെ നെഗറ്റീവ്സ് പറഞ്ഞ് തളർത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായി എടുത്ത് നമ്മുടെ ലക്ഷ്യത്തെ മാത്രം മുന്നിൽ കണ്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് വിജയം കൈവരിക്കാം. ഈ കുഞ്ഞി കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വേറൊരു കഥയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ ഫ്രം അർച്ചന ഡയറീസ്. ഹാവ് എ നൈസ് ഡേ.